ഫ്രണ്ട്സായിട്ടൊന്ന് പുറത്തിറങ്ങിയപ്പോ ബിരിയാണി കഴിക്കാനുള്ള വല്ലാത്തൊരു ആഗ്രഹം. പിന്നെ കുറച്ചധികം ആഗ്രഹങ്ങൾ അങ്ങോട്ട് കൂടി. കയ്യിലിരിക്കുന്ന പുഡിങ് വൻ ഫ്ലോപ്പായി. സോറമുക്ക് കൊള്ളാം. പിന്നാമ്പുറ കാഴ്ചകളൊക്കെ ഒന്ന് ചുറ്റിക്കാണാന്ന് പറഞ്ഞ ഉള്ളിലേക്ക് കയറി. വെറുതെ കയറി അവിടെ ഇരിക്കണ എങ്ങനെയാ? ടൈം പാസിന് 2 ബിരിയാണി ആദ്യം പറഞ്ഞു. ബീഫും പ്രോൺസും ആയിരുന്നു താരങ്ങൾ. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ആദ്യം ബീഫായിരുന്നു കഴിക്കാന്ന് വിചാരിച്ചത്. ആരംഭിക്കാൻ തുടങ്ങുമ്പോൾ ഫലൂഡ വന്നു. അതൊന്ന് സൈഡാക്കി ബിരിയാണിയിലേക്ക് പിന്നെയും തിരിഞ്ഞു. ഈ സാലഡും അച്ചാറും ഇല്ലാണ്ട് എന്ത് ബിരിയാണിയാണ്? എല്ലാം ഒന്ന് സെറ്റായപ്പോ വേഗം തന്നെ ബിരിയാണി കഴിച്ചു തുടങ്ങി. ബീഫ് ബിരിയാണിയെ കുറ്റം പറയാനില്ല, നൈസ് ആയിരുന്നു. പിന്നെ പ്രോൺസിലേക്ക് തിരിഞ്ഞു. പയ്യെ തിന്നാൽ പനയും തിന്നാന്ന് പറഞ്ഞ ആരോ എന്നെ പറഞ്ഞ് പറ്റിച്ച പഴഞ്ചൊല്ല്, അത് ഞാനങ്ങ് പിന്നെ പ്രാവർത്തികമാക്കാന്ന് കരുതിയപ്പോ അതെന്തോ ആയിക്കോട്ടെ, പ്രോൺസ് ബിരിയാണിയും നല്ലതായിരുന്നു. എല്ലാം കഴിച്ചു കഴിയുന്നതിന് പിന്നെ മാറി എന്ന് ചിരിക്കുന്ന ഫലൂഡ എന്നെ നോക്കി ചിരിച്ചപ്പോ എനിക്ക് അവനെ അങ്ങ് വെറുതെ വിടാൻ തോന്നി. പിന്നെ ഫലൂഡയായിട്ടുള്ള അംഗം വിട്ട് തുടങ്ങുകയായി. എനിവേ, ഞാനൊരു കാര്യം പറയട്ടെ. എന്താണെന്നറിയില്ല, കുറച്ച് നാളായിട്ട് ഡ്രൈ ഫ്രൂട്ട് ഫലൂഡ, ഷേക്ക് അങ്ങനത്തെ സാധനങ്ങളോട് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാട്ടോ. പിന്നെ സൈഡായിട്ട് ഒരു ഇളനീർ പുഡിങ് കൂടെ പറഞ്ഞിട്ടുണ്ട്. കാണാൻ നല്ല ജെല്ലിയായിട്ട് ക്യൂട്ടാണെങ്കിലും കഴിക്കാൻ ഇത് വൻ ഫ്ലോപ്പ് ആയിരുന്നു. പുഡിങ് കഴിച്ച ക്ഷീണം മാറാൻ ബാക്കി ഉണ്ടായിരുന്ന ബിരിയാണി പാത്രം കൂടെ ഞാൻ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി. കുറെ പാത്രത്തിലുണ്ടായിരുന്ന ബിരിയാണി കൂടെ ഞാൻ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങിയിട്ടാ. ഇഫ് ബിരിയാണിയുടെ പാത്രം ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയപ്പോഴത്തേക്ക് പ്രോൺസ് ബിരിയാണിയുടെ ചെറിയ ചട്ടിയിലേക്ക് തിരിഞ്ഞു. ഇതെല്ലാം ഞാൻ തന്നെയാണോ കഴിക്കുന്നതെന്ന് പറഞ്ഞ് വിഷമിക്കുന്ന പല കമന്റ്സും ഞാൻ കാണാറുണ്ട്. ഇനിയെങ്കിലും ബോധ്യപ്പെടുമോ എന്ന് എനിക്കറിയില്ല, ഇതൊക്കെ ഞാൻ തന്നെ കഴിച്ചതാണ്. പിന്നെ ഒരു കമന്റ്, എന്റെ ഒരാഴ്ചത്തെ ഫുഡല്ലേ ഈ പെണ്ണ് ഒറ്റയ്ക്ക് കഴിക്കുന്നതെന്ന്. ആണോ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. ഇത്രയും കഴിച്ചിട്ട് ജീവനോട് ഉണ്ടെന്ന് വേറൊരു ചേട്ടൻ. ജീവനിൽ ഇത്തിരിയെങ്കിലും വിലയുള്ളതുകൊണ്ടല്ലേ ഇതൊക്കെ കഴിച്ച് ജീവിക്കുന്നത്. എനിവേ, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അങ്ങനെ ഒരു നേരത്തെ ഫുഡ് കഴിച്ച് ഞാൻ അവിടെ നിന്ന് പോകുന്നു കേട്ടോ.